മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കറി തയ്യാറാക്കി എടുത്താലോ. ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിൻ്റെ തൊണ്ടയ്ക്കൊന്ന് കളഞ്ഞെടുക്കണം. തൊണ്ട് കളഞ്ഞെടുത്ത മത്തങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. തീരെ അങ്ങോട്ട് ഖനം കുറഞ്ഞ് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിൽ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും 3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും വേവാൻ ആവശ്യമായ വെള്ളവും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുക. കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ അത്രയും മതി. മത്തങ്ങ എളുപ്പം നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 2-3 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഇതിനകത്തേക്ക് 10-12 ചെറിയുള്ളി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പം ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാളൻപുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. പുളി നിങ്ങൾ നോക്കുക, തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം വാളൻപുളി ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. 4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിനകത്തേക്ക് ലേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മുഴുവൻ കായം ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള മത്തങ്ങ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഊണിനായിട്ട് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് ഉപ്പിലിട്ട മാങ്ങയാണ്. കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് അച്ചാറാണ്. പിന്നെ നമ്മുടെ മത്തങ്ങ കറിയും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും മറക്കല്ലേ.